അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മളിന്ന് കഴിഞ്ഞു പോവുകയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ റമദാനങ്ങ് യാത്ര പോയാൽ പിന്നീട് അങ്ങോട്ട് യാതൊരു നിലക്കും ദീനുമായി ബന്ധമില്ലാതെ, അഥവാ റമദാനിൽ മാത്രം നല്ല കാര്യങ്ങൾ ചെയ്യുക, റമദാൻ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഏത് തമ്മാടിത്തരും ചെയ്യുക, അതിന് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിച്ചവരുണ്ട്. റമദാനിൽ കൃത്യമായി നിസ്കരിച്ച് റമദാൻ കഴിഞ്ഞാൽ നിസ്കാരമില്ല, റമദാനിൽ കൃത്യമായി പള്ളിക്ക് വന്ന് റമദാൻ കഴിഞ്ഞാൽ പിന്നെ പള്ളി നോക്കൂല, ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്. എന്നാൽ റമദാൻ്റെ അവസാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന മിനിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാൻ കഴിഞ്ഞാലും നിസ്കാരം കളാക്കരുത്. ദയവ് ചെയ്ത് നിസ്കാരം കളാക്കരുത്. കാരണം നിസ്കാരം കളാക്കിയിട്ട് പിന്നെ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് ഞാനൊരു മുസ്ലിമാണെന്ന് പറയരുത്, പറയാനുള്ള യോഗ്യതയില്ല. റമദാൻ കഴിഞ്ഞാൽ തറാവിസ്കാരമില്ല, ശരി. വിത്രിസ്കാരത്തിന് ജമാഅത്തില്ല, ശരി. റമദാനിലെ പകലിലെ ഫർലാക്കപ്പെട്ട നോമ്പില്ല, ശരി. ഇത് കഴിച്ചാൽ പിന്നെ എന്തില്ലാത്തത്? എല്ലാമുണ്ട്. നിസ്കാരവുമുണ്ട്, മറ്റുള്ള ഖുർആൻ ഓത്തുമുണ്ട്, എല്ലാ റമദാനിൻ്റെ അല്ലാത്ത ദിവസങ്ങളിലും ഉള്ളത് തന്നെയാണ്. റമദാൻ അല്ലാത്തപ്പോഴും എല്ലാ ദിവസവും ഉള്ളത് തന്നെയാണ്. വിത്രിസ്കാരം വരെ റമദാനിൽ അതിൻ്റെ ജമാഅത്ത് സുന്നത്താണ്. വിത്രിസ്കാരം റമദാനിൽ മാത്രമുള്ളതല്ല, എല്ലാ മാസവും വിത്രിസ്കാരമുണ്ട്. അപ്പോൾ എന്തായാലും റമദാൻ റമദാൻ എന്നുള്ളത് നമുക്കൊരു ട്രെയിനിങ് ആണ്. അത് എങ്ങനെ നാം ജീവിക്കണമെന്ന് കാണിച്ചു തരികയാണ് ഇസ്ലാം. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഭക്ഷണം പരമാവധി കുറയ്ക്കുക, അതാണ് അതിലൂടെ ഒരു പാഠം. പിന്നെ ഇബാദത്തുകൾ ധാരാളം അധികരിപ്പിക്കുക, ഇങ്ങനെ കൂടുതൽ നിസ്കരിച്ചുകൊണ്ടേയിരിക്കും. സുന്നസ്കാരം കൂടുതൽ അധികരിപ്പിക്കുക, അതാണ് തറാവീഹിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റമദാന് കഴിഞ്ഞാലും ഇബാദത്തിൽ ഒരു കുറവും വരുത്തിക്കൂടാ. എല്ലാവരും ഹദ്ദാദ് കൃത്യമായി ചൊല്ലിയവരായിരിക്കാം. അതുപോലെ റമദാനിൽ പരമാവധി തെറ്റിന്ന് മാറി നിന്ന് ഗീബത്ത് പറയാൻ ഞാനില്ല, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് പറയുന്നു. റമദാൻ കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ലാന്നാ ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് റമദാൻ കഴിഞ്ഞാലും വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റമദാൻ യാത്ര പോയാലും ഒരു നിസ്കാരം ഖളാക്കിക്കൂടാ. അള്ളാഹു നമുക്ക് മരണം വരെ എന്ന് നിസ്കരിക്കണം തൗഫീഖ് നൽകട്ടെ. ഈ റമദാനിൽ ചെയ്ത എല്ലാ ഇബാദത്തുകളും അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.